ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്ന് പറയാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ഈ നാളുകളില് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിനെ പോലെ നമുക്കും പറയാം, അമ്മേ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടേത് മാത്രമാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വലിയ കരുണയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് നമ്മൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠ ആരംഭിക്കുക. നമുക്കറിയാം, വിമലഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് സ്വർഗം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കൃപ നിറഞ്ഞ ഒരു മറിയത്തിന്റെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ കൃപയോടുള്ള ഒരു സമർപ്പണം നടത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പരിശുദ്ധ അമ്മ ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്, കൃപയുടെ ഒരു പാത്രമാണ്, ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്ന ഒരു വില്ലിംഗ് വെസലാണ്, ഒരു ചോസൺ വെസലാണ് പരിശുദ്ധ അമ്മയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ ദൈവം തെരഞ്ഞെടുത്തത് പവറോ സ്റ്റാറ്റസോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് അമ്മയുടെ വലിയ എളിമയാണ്, ദൈവത്തിന്റെ ഹിതത്തോടുള്ള അമ്മയുടെ ഓപ്പൺനെസ് ആണ്, ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള അമ്മയുടെ ആ വലിയ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുക്കാനായിട്ട് ദൈവം കാരണമായിട്ട് മാറിയത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ യെസ് എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധ അമ്മ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നത് നസ്രത്തിലെ കന്യകയുടെ അടുക്കലേക്ക് ദൂതൻ കടന്നു വരുന്ന സമയം തൊട്ട് പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ശിഷ്യരെ ഒരുക്കുന്ന സമയം വരെ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ദൈവഹിതത്തിന്റെ മുൻപിൽ യെസ് പറയുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ദിവസം നമുക്ക് ദൈവത്തോട് പറയാം, പരിശുദ്ധ അമ്മയെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി, ദൈവഹിതത്തിനായി ദൈവം തെരഞ്ഞെടുത്തതുപോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ കൃപയുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ചിന്തയോടെ നമുക്ക് വിമലഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ദിവസം നമുക്ക് ആരംഭിക്കാം.